ഹായ്, പഴയ ടയർ ആരുടെയെങ്കിലും കയ്യിലാണെങ്കിൽ എടുത്തിട്ട് വന്നോളൂ. നമുക്ക് അടിപൊളി ഫിഷ് ടാങ്ക് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പഴയ ഒരു ടേബിൾ ഷീറ്റ് എടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ടയർ എടുത്തിട്ടുണ്ട്. കുഞ്ഞു സൈസ് ടയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളൊരു കട്ടിംഗ് ബ്ലേഡ് എടുക്കുക, നല്ല പോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ടയർ കട്ട് ചെയ്യുന്നത് മാത്രമേ ഒരു ടാസ്ക് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഈസിയാണ്. അപ്പോൾ നമ്മൾ ടയറൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് സിമൻ്റ് ആണ്. വൈറ്റ് സിമൻറ്റ് കുറച്ച് വെള്ളമായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഒരു പഴയ ഒരു ക്ലോത്തും കൂടെ എടുത്തിട്ട് ഈ ഒരു മിക്സറിലോട്ട് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഈ ക്ലോത്ത് വന്നിട്ട് നമ്മൾ താഴെ ഷീറ്റിൻ്റെ മുകളിലായിട്ടൊന്ന് വിരിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ടയർ നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ടയറിൻ്റെ ഒരു വൃത്തികേട് മാറി കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് അറിയത്തുമില്ല, അത് ടയർ കൊണ്ടാണ് യൂസ് ചെയ്തത്, പെട്ടെന്ന് അറിയത്തുമില്ല. നെക്സ്റ്റ് വന്നിട്ട് കുറച്ച് ഗ്രേ സിമെൻറ്റും അതുപോലെ കുറച്ച് പാറപ്പൊടിയും വെള്ളവും കൂടെ യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നെക്സ്റ്റ് നമുക്ക് സിമെൻറ്റിൻ്റെ മിക്സ്ചർ വന്നിട്ട് നമുക്കതിനെ ടയറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ടയർ നമുക്ക് മൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഷീറ്റ് ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ടയർ താഴെ ഫിക്സ് ആയി പോവും. ഇനി അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മെഷ് ഉണ്ടല്ലോ, മെഷ് ഇട്ട് കൊടുക്കാം. മെഷീൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ലെയറും കൂടെ സിമൻറ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ലൈറ്റ് ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് സിമൻറ്റാണ് യൂസ് ചെയ്തത്. വൈറ്റ് സിമൻറ്റ് ഒരു ലെയർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് വൈറ്റ് സിമൻറ്റും കൂടെ ആ ഒരു ക്ലോത്തിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു ദിവസം ഫുള്ള് വെള്ളമൊന്നും ഒഴിച്ച് വയ്ക്കുക. നെക്സ്റ്റ് ഡേ നമ്മൾ വെള്ളം മാറ്റുക. അതുപോലെ കുറച്ച് പെബിൾസൊക്കെ ഇട്ടിട്ട് പെന്നി വേർട്ടിൻ്റെ കുറച്ച് പ്ലാന്റ്സും ഒക്കെ ഇട്ട് ഫിഷും കൂടെ നമ്മൾ ഗപ്പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗപ്പീസിനെയും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മുടെ ഫിഷ് ടാങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ടയർ വെച്ചിട്ട് ഇതുപോലത്തെ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.